തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനിൽ സാധാരണക്കാരായ വ്യക്തികളെ കൊലപ്പെടുത്തിയതായി സമ്മതിച്ചു പാകിസ്ഥാൻ. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നടത്തിയ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനിലാണ് 10 സാധാരണക്കാരുടെ ജീവനെടുത്തതായി പാകിസ്ഥാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം സാഹചര്യങ്ങൾ അന്വേഷിക്കുമെന്നാണ് ഇവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനം നടത്തിയതായി സർക്കാർ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ട സ്ഥലത്തു നിന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉൾപ്പെടെ തന്നെ 10 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. സ്വാത് മേഖലയിൽ നിന്നുള്ളവരായിരുന്നു ഇവർ എന്നും അതുപോലെ ഷമോസായി പർവ്വത നിരകളിൽ കന്നുകാലികളെ മേച്ചു നടക്കുന്ന നാടോടികളായിരുന്നു എന്നതാണ് ലഭ്യമായ വിവരം. മരണത്തിൽ പ്രതിഷേധിച്ച് അവരുടെ കുടുംബാംഗങ്ങൾ മൃതദേഹം വെച്ചുകൊണ്ട് തന്നെ സ്വാത് ഹൈവേയിൽ പ്രതിഷേധം നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഈ പ്രദേശത്ത് ഒരു കുന്നിൻ പ്രദേശത്താണ് ഈ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് സാധാരണക്കാർക്ക് സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ പാകിസ്ഥാൻ വെളിപ്പെടുത്തുന്നത് വളരെ അപൂർവമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടത്തിയതെന്ന് വ്യക്തമായില്ല. അതുപോലെ പ്രവിശ്യ ഗവൺമെന്റ് വക്താവായ മുഹമ്മദ് അലി സെയ്ഫ് പറയുന്നതനുസരിച്ച് ഈ സ്ഥലം ഭീകരരുടെ ഒളിത്താവളമായും ഗതാഗത കേന്ദ്രമായും ഉപയോഗിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തുടർന്നുള്ള വിവരങ്ങളിൽ സ്ഥലത്തിന് സമീപം ചില നിരായുധരായ സാധാരണക്കാർ ഉണ്ടെന്ന് കണ്ടെത്തിയതായും അദ്ദേഹം വ്യക്തമാക്കുന്നു. നിരായുധരായ വ്യക്തികളുടെ നഷ്ടം അങ്ങേയറ്റം ദുഃഖകരമാണ് എന്നും തീവ്രവാദികളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന്റെ ഫലമാണ് ഈ ദാരുണമായ സംഭവമെന്നും പറയുന്നു. അതുപോലെ ഇത്തരം പ്രവർത്തനങ്ങളിൽ സാധാരണക്കാരുടെ സുരക്ഷ എപ്പോഴും ഒരു മുൻഗണനയാണ്. എന്നിരുന്നാലും സങ്കീർണമായ ഭൂമിശാസ്ത്രം, തീവ്രവാദികൾ സിവിലിയൻ ജനസംഖ്യയെ മാറി ഉപയോഗിക്കുന്നത്, പ്രവർത്തനത്തിന്റെ അടിയന്തര സ്വഭാവം എന്നിവ കാരണം ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം. പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം നൽകുന്നുണ്ടെന്നും അതുപോലെ തന്നെ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന മൂല്യമുള്ള നിരവധി ലക്ഷ്യങ്ങളെ ഈ ഓപ്പറേഷൻ വിജയകരമായി നിർവീര്യമാക്കിയെന്നും പ്രവിശ്യ സർക്കാരിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ കഴിയുന്ന ഒരു വിഭാഗം അഫ്ഗാൻകാർ തിങ്കളാഴ്ചയോടുകൂടി തന്നെ രാജ്യം വിടണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇവർക്ക് സ്വമേധയാ പാകിസ്ഥാനിൽ നിന്ന് മടങ്ങാനുള്ള സമയം മാർച്ച് 31 അവസാനിക്കും. അഫ്ഗാൻ പൗരന്മാരെ തടഞ്ഞു വയ്ക്കുവാനും പുറത്താക്കുവാനുമുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതായാണ് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. അഫ്ഗാൻ സിറ്റിസൺസ് കാർഡ് ഉള്ളവരെ തിരിച്ചറിഞ്ഞതായിട്ടുള്ള നടപടിക്രമങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കഴിഞ്ഞ ദിവസമാണ് ഒരു ഉന്നതതല യോഗം നടത്തിയത്. ആഭ്യന്തരമന്ത്രി മെഹ്സിൻ നഖ്വിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം നടത്തിയത്. അഫ്ഗാൻ പൗരന്മാരുടെ മാർച്ച് അവസാനത്തോടെ തന്നെ സ്വമേധയാ രാജ്യം വിടണമെന്നും ഇല്ലെങ്കിൽ നാട് കടത്തുമെന്നും ജനുവരിയിൽ പാകിസ്ഥാൻ അറിയിച്ചിരുന്നു. ഈ സമയപരിധി നീട്ടി നൽകണമെന്ന് അഫ്ഗാൻ സർക്കാരും മനുഷ്യാവകാശ സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ പോലും പാകിസ്ഥാൻ അംഗീകരിച്ചിരുന്നില്ല. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള പദ്ധതിയുടെ 2ാം ഘട്ടമായിരുന്നു നടന്നത്. 2023 ആദ്യഘട്ടം ആരംഭിച്ചതും. 25 ലക്ഷം അഫ്ഗാൻ പൗരന്മാരാണ് പാകിസ്ഥാനിലുള്ളത്. അഫ്ഗാൻകാരെ തിരിച്ചറിയാനുള്ള നടപടികൾ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതായും പാകിസ്ഥാൻ ഗവൺമെന്റ് അറിയിച്ചിരുന്നു. നാട് കടത്തുന്നതിന് മുൻപേ തന്നെ അഫ്ഗാൻ പൗരന്മാരെ താമസിപ്പിക്കുന്നതിനായി സെക്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഭക്ഷണ വൈദ്യ സഹായങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.